നീ ഒരു വൃത്തികെട്ട ക്രിസ്ത്യാനി പട്ടിയല്ലേ, എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. 18 വയസ്സുകാരനായ കൊറിയൻ യുവാവ് തന്റെ മുൻപിൽ വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞ ഒരു പെൺകുട്ടിയോട് ആക്രോശിക്കുകയായിരുന്നു. അവൻ രോഗക്കിടക്കയിലാണ്. ക്ഷയരോഗം അവനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷയരോഗത്തിന്റെ കാഠിന്യത്തിൽ, അതിവേദനയിൽ, ചുമച്ച് കിതച്ച് ശ്വാസമെടുക്കുവാൻ വയ്യാതെ കിടക്കുമ്പോഴും അവൻ ആ പെൺകുട്ടിയെ നോക്കി ആക്രോശിച്ചു. അവളുടെ നേരെ തുപ്പി. എന്നിട്ട് അവളോട് പറഞ്ഞു, എന്റെ വായിൽ നിന്ന് വരുന്ന ഈ ക്ഷയരോഗത്തിന്റെ അണുക്കൾ നിന്നെ കാർന്നു തിന്നും, നീ എന്നെ പോലെ മരിക്കും. ഇത് യോങ്കിച്ചോയുടെ കഥയാണ്. യോങ്കിച്ചോയെ നിങ്ങൾക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ സഭ, ലോക്കൽ സഭ, ഒരു കാലത്ത് 12 ലക്ഷം അംഗങ്ങൾ വരെ ഉണ്ടായിരുന്ന സൗത്ത് കൊറിയയിലെ സിയോൾ നഗരത്തിൽ യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ച് യോങ്കിച്ചോ സ്ഥാപിച്ച സഭയാണത്. യോങ്കിച്ചോ എന്ന യുവാവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ സൗത്ത് കൊറിയ ജപ്പാന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന കാലത്താണ്. ജപ്പാന്റെ അടിമത്തത്തിൽ കിടന്നൊരു രാജ്യം. അതിക്രൂരമായി ജപ്പാൻ സൈന്യം കൊറിയക്കാരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അന്നാണ് യോങ്കിച്ചോ ജനിക്കുന്നത്. യോങ്കിച്ചോയുടെ ബാല്യം അരക്ഷിതമായിരുന്നു. ആവശ്യത്തിന് ഭക്ഷണമില്ല. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്താണ് കുടുംബം കടന്നു പോകുന്നത്. ആ കാലഘട്ടം മുഴുവൻ അങ്ങനെയാണ്. ആ ദേശം മുഴുവൻ അങ്ങനെയാണ്. ദാരിദ്ര്യത്തിന്റെ വറുതിയുടെ കാലഘട്ടം. കൊറിയക്കാർ കൃഷി ചെയ്യുന്നത് മുഴുവൻ ജപ്പാൻകാർ എടുത്തുകൊണ്ടുപോകും. ജപ്പാൻ ഭരണകൂടത്തിന്റെ കരാളഹസ്തങ്ങൾക്കകത്ത് കൊറിയ പിടഞ്ഞു മരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒടുവിൽ 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ കൊറിയ സ്വതന്ത്ര രാജ്യമായി. ആ കൊറിയ സ്വതന്ത്ര രാജ്യമായി മാറുമ്പോൾ നഷ്ടാവശിഷ്ടങ്ങളുടെ, യുദ്ധം കൊണ്ട് തകർന്ന, എല്ലാം ദുരിതപൂർണമായ ഒരു ദേശം മാത്രമായിരുന്നു കൊറിയ. എന്നാൽ ഇന്ന് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിലൊന്നാണ് സൗത്ത് കൊറിയ. കൊറിയയുടെയും മാറ്റത്തോടൊപ്പം ശക്തമായ മതപരമായ ഒരു മാറ്റം കൂടെ കൊറിയയ്ക്കുണ്ടായി. 900ന്റെ ആരംഭത്തിൽ 1% മുതൽ 5% വരെ മാത്രമായിരുന്നു കൊറിയയിലെ ക്രൈസ്തവരുടെ അംഗസംഖ്യ. ബുദ്ധമത അനുയായികളായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളും. എന്നാൽ ഇന്ന് കൊറിയയിൽ 35%-ലധികം ആളുകൾ ക്രൈസ്തവരാണ്. ഈ മാറ്റം ഉണ്ടാകുന്നത് പ്രധാനമായും 1950കളിലും 60കളിലുമായിട്ടാണ്. 1958ലാണ് യോങ്കിച്ചോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കീറിപ്പറിഞ്ഞ ടെന്റിൽ ഒരു ചെറിയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ബുദ്ധമത അനുയായിയായ മാതാപിതാക്കൾക്ക് ജനിച്ചു വളർന്ന യോങ്കിച്ചോ എന്ന ഈ ബാലകനെ വളരെ ചെറുപ്പത്തിൽ ക്ഷയരോഗം ബാധിച്ചു. അവൻ മരണാസന്നനായപ്പോൾ അവന്റെ മരണക്കിടക്കയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. അവൾ അവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. സുവിശേഷം കേട്ട് ആദ്യം കോപാകുലനായ ഈ യുവാവ് ചില ദിവസങ്ങൾ അവൾ തുടർച്ചയായി അവന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൾ അവന് ഒരു പുതിയ നിയമം കൊടുത്തു. ആ പുതിയ നിയമം തുറന്ന് അവൻ വായിക്കുവാൻ ആരംഭിച്ചു. അവൻ വായിച്ചപ്പോൾ അബ്രഹാമിന്റെ പുത്രനായ, ഇസഹാക്കിന്റെ പുത്രനായ, യാക്കോബിന്റെ പുത്രനായ എന്ന് പറഞ്ഞ് വംശാവലിയാണ് വായിച്ചു തുടങ്ങിയത്. അവന് വല്ലാതെ ബോറടിച്ചു. അപ്പോൾ ആ പെൺകുട്ടി അവനോട് പറഞ്ഞു, നിനക്ക് മീൻ ഇഷ്ടമാണോ? അവൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മീനാണ്. നിന്റെ മുൻപിൽ മീൻ കിട്ടുമ്പോൾ നീ ആ മീനിന്റെ മുള്ളാണോ കഴിക്കുന്നത് അതോ മാംസമാണോ കഴിക്കുന്നത്? എന്തൊരു ചോദ്യമാണ് നീ ചോദിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം അതിന്റെ മാംസം കഴിക്കാനാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം വായിക്കുമ്പോൾ നീ മുള്ളു മാറ്റിയിട്ട് മാംസം മാത്രം കഴിക്കുക. നിനക്ക് ദഹിക്കാവുന്നത് മാത്രം എന്ത് ചെയ്താൽ മതി, നീ കഴിച്ചാൽ മതി. വേദപുസ്തകത്തിലെ നിനക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം തൽക്കാലം നീ മനസ്സിലാക്കിയാൽ മതി. ആ പെൺകുട്ടി അവനെ ഉപദേശിച്ചു. ഈ പെൺകുട്ടിയുടെ നിരന്തരമായ ഇടപെടലുകളിലൂടെ അവൻ യേശുവിനെ കണ്ടെത്തി. അവിടെ വെച്ച് യോങ്കിച്ചോ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പതിയെ പതിയെ അവൻ അവന്റെ രോഗത്തിൽ നിന്ന് മുക്തനായി. പ്രാർത്ഥിക്കുവാൻ പരിശീലിച്ചു. എങ്കിലും പൂർണ്ണമായ ഒരു രോഗസൗഖ്യം അവന് ലഭിച്ചിരുന്നില്ല. യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന യോങ്കിച്ചോ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എവിടേക്ക് പോകണമെന്ന് അറിയത്തില്ല, എന്താണ് ഭാവി എന്നറിയത്തില്ല. യേശുവിനെ അറിയാം, ബൈബിൾ വായിക്കുന്നുണ്ട്, അതിനപ്പുറം ക്രിസ്ത്യാനികളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യോങ്കിച്ചോ ഒരു കൂട്ടായ്മയിലേക്ക് പോയി. YMCAയിൽ നടക്കുന്ന ഒരു ക്രിസ്തീയ യോഗം. ആ യോഗത്തിൽ വെച്ച് കെന്നത്ത് ടൈസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററെ അദ്ദേഹം കണ്ടുമുട്ടി. യോങ്കിച്ചോയുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിച്ചത് ഈ പാസ്റ്റർ കെന്നത്ത് ടൈസുമായുള്ള ബന്ധപ്പെടലാണ്. കെന്നത്ത് ടൈസ് പ്രസംഗത്തിന് അവസാനത്തിൽ ഒരു ഓൾട്ടർ കോൾ നടത്തി. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ട്, മുന്നോട്ട് വരുവാൻ പറഞ്ഞു. ആ ചെറിയ കൂട്ടായ്മയിൽ നിന്ന് യോങ്കിച്ചോ എന്ന് പറയുന്ന ഈ യുവാവ് മാത്രം എഴുന്നേറ്റ് സദസ്സിന്റെ മുൻപിലേക്ക് ചെന്നു. കെന്നത്ത് ടൈസ് എന്ന് പറയുന്ന ആ പാസ്റ്റർ യോങ്കിച്ചോയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവിടെ വെച്ചൊരു പുതിയ ബന്ധം ആരംഭിക്കുകയായിരുന്നു. ഈ കെന്നത്ത് ടൈസ് യോങ്കിച്ചോയ്ക്ക് ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്തി. റിച്ചാർഡ് എന്നാണ് ആ പാസ്റ്റർ പേര്. അദ്ദേഹം ഒരു ചെറിയ കൂട്ടായ്മ നടത്തുന്നുണ്ട്. ചെറിയൊരു സഭയാണ്.
ആ സഭയിൽ നിരന്തരമായിട്ട് ആരാധനയ്ക്ക് പോകുവാൻ കെന്നത്ത് ടൈസ് യോങ്കിച്ചോയെ നിർബന്ധിച്ചു. അങ്ങനെ അവിടെ പോയി തുടങ്ങിയ യോങ്കിച്ചോയ്ക്ക് ഒരു വലിയ ആശ്വാസമായത്, ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പാസ്റ്ററുടെ ഭാര്യ അദ്ദേഹത്തിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കും, ഉച്ചക്കത്തെ ഭക്ഷണം കിട്ടും. അതൊരു വലിയ ആശ്വാസമായിരുന്നു ആ കാലത്ത്. ദാരിദ്ര്യത്തിൽ ആയിരിക്കുന്ന കൊറിയയിലെ അന്നത്തെ ഒരു തൊഴിലുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പണം ചെയ്ത യോങ്കിച്ചോയെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ യോങ്കിച്ചോ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ചെറിയ ബൈബിൾ സ്കൂളിൽ പഠനം ആരംഭിച്ചു. വളരെ അരക്ഷിതമായ സാഹചര്യത്തിലാണ് ആ ബൈബിൾ സ്കൂൾ നടക്കുന്നത്. അമേരിക്കൻ മിഷണറിമാരാണ് നടത്തുന്നതെങ്കിലും സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു രാജ്യത്തെ ഒരു ബൈബിൾ സ്കൂൾ എന്നുള്ള നിലയിൽ ഒരു കുടിപ്പള്ളിക്കൂടം എന്ന് മാത്രമേ നമുക്കതിനെ പറയാനൊക്കത്തുള്ളൂ. വയറ് നിറച്ച് ഭക്ഷണം ലഭിക്കത്തില്ല, തറയിൽ പായിട്ട് വേണം കിടന്നുറങ്ങുവാൻ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം. അവിടെ പക്ഷേ യോങ്കിച്ചോ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായി മാറി. പെട്ടെന്ന് തന്നെ ക്ലാസ് ലീഡറായിട്ട് യോങ്കിച്ചോയെ തിരഞ്ഞെടുത്തു. അവന് ശരീരത്തിൽ വലിയ ക്ഷീണമുണ്ട്, രോഗത്തിന്റെ കാഠിന്യം പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടില്ല. വായനയിലും പഠനത്തിലുമൊക്കെ അതീവ തൽപരനായിരുന്നതുകൊണ്ടും ഇംഗ്ലീഷ് മിഷണറിമാരുമായിട്ടുള്ള ബന്ധത്തിലൂടെ, കെന്നത്തുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തിലൂടെ അല്പം ഇംഗ്ലീഷ് ഭാഷയൊക്കെ വശമാക്കിയിട്ടുള്ളത് കൊണ്ടും ക്ലാസ്സിലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാർത്ഥിയായി ഇവൻ മാറി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു പെൺകുട്ടി അവിടെ പഠിക്കാൻ വന്നു. പെൺകുട്ടി എന്ന് പറയാനൊക്കില്ല, 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അവൾ സാമാന്യം ധനികയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് അവളുടെ നടപ്പിലും എടുപ്പിലും ഒക്കെ മനസ്സിലാകും. യഷിൽ ചായി എന്നാണ് അവളുടെ പേര്. അവൾ ഈ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാവരുടെയും ശ്രദ്ധ യഷിൽ ചായയിലായി. അവൾ രാവിലെ വരും, വൈകിട്ട് അവളുടെ വീട്ടിലേക്ക് പോകും. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ യഷിൽ ചായയോട് സ്വാഭാവികമായ ഒരു അസൂയ കുട്ടികൾക്കുണ്ടായി. കാരണം അവൾ കുറച്ചുകൂടെ സമ്പന്നമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണമായി മാറിയത്. ഏതായാലും കുറച്ച് നാളുകൾക്കകം യഷിൽ ചായ് ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി. അപ്പോൾ തന്നെ യഷിൽ ചായ് യോങ്കിച്ചോയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ, കഠിനാധ്വാനി, നന്നായി പഠിക്കുന്നു. അതൊക്കെ യഷിൽ ചായ്ക്ക് യോങ്കിച്ചോയിൽ അതീവമായ താല്പര്യമുണ്ടാകുവാൻ കാരണമായി തീർന്നു. അങ്ങനെയിരിക്കെ യോങ്കിച്ചോ അതികഠിനമായ രോഗത്തിന് വീണ്ടും പിടിക്കപ്പെട്ടു. അങ്ങനെ പിടിക്കപ്പെട്ട് അവൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് വീണ്ടും ഈ സഹപാഠിയായ യഷിൽ ചായ് അവൻ്റെ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ആ ദിവസങ്ങൾ 10-15 ദിവസം അവനെ ശുശ്രൂഷിക്കുകയും അവൻ്റെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവർ പരസ്പരം വളരെ അടുത്ത സ്നേഹബന്ധത്തിലേക്ക് വന്നു. ഒടുവിൽ അവൻ ഈ യഷിൽ ചായയോട് ചോദിച്ചു, ഞാൻ നിന്നെ അമ്മേ എന്ന് വിളിച്ചോട്ടെ. വികാരനിർഭരമായൊരു നിമിഷമായിരുന്നു അത്. അന്നു മുതൽ യഷിൽ ചായിയെ യോങ്കിച്ചോ തൻ്റെ അമ്മയുടെ സ്ഥാനത്തും യഷിൽ ചായ് യോങ്കിച്ചോയെ തൻ്റെ മകൻ്റെ സ്ഥാനത്തും പ്രതിഷ്ഠിച്ചു. പരസ്പരം പ്രാർത്ഥിച്ചും ആശ്വസിപ്പിച്ചും ഒക്കെയുള്ള ആ ജീവിതത്തിൽ പിന്നീട് യോങ്കിച്ചോയുടെ ശുശ്രൂഷാപരമായ വളർച്ചയിലെല്ലാം യഷിൽ ചായ്ക്ക് അതിനിർണായകമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. പഠനാനന്തരം തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചേരി പ്രദേശത്ത് അമേരിക്കൻ സൈനികർ ഉപേക്ഷിച്ചു പോയ ഒരു ചെറിയ ടെന്റിനകത്ത് യോങ്കിച്ചോയും യഷിൽ ചായയും കൂടെ ഒരു ആരാധന ആരംഭിച്ചു. എല്ലാ ഞായറാഴ്ചയും വരുന്നത് യോങ്കിച്ചോയും യഷിൽ ചായയും അവരുടെ 3 മക്കളും മാത്രമാണ്. ഇങ്ങനെ ഈ 5 പേരടങ്ങുന്ന ആരാധന ചില ആഴ്ചകൾ മുന്നോട്ട് പോയി. യോങ്കിച്ചോ വീട് തോറും പോയി ഈ തെരുവിലെ, ഈ ചേരിയിലെ എല്ലാ വീടുകളിലും പോയി ആളുകളെ ക്ഷണിക്കും. പലരും വരാറില്ല, ചിലരൊക്കെ 1-2 പ്രാവശ്യമോ വന്നു. ഇങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി. ഒടുവിൽ പതിയെ ആളുകൾ 5-6 പേരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന ആളുകൾ പലർക്കും യേശുവിലുള്ള ചെറിയ വിശ്വാസമൊക്കെ ആയി വരുന്നു. അവരെ യോങ്കിച്ചോയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഈ ടെന്റിനകത്ത് തന്നെയാണ് യോങ്കിച്ചോ താമസിക്കുന്നത്. തണുത്തു പറച്ചാണ് താമസിക്കുന്നത്. പക്ഷെ രാത്രികളിൽ അവൻ തുടർമാനമായി ഇരുന്ന് പ്രാർത്ഥിക്കും. ശക്തനായൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന യോങ്കിച്ചോയുടെ വീട്ടിലേക്ക്, ഈ ടെന്റിനകത്തേക്ക് പലപ്പോഴും വിശ്വാസികൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സഭയിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് ആ കീറിപ്പറഞ്ഞ അമേരിക്കൻ സൈനികരുടെ ടെന്റിനകത്താണ്. ഒരിക്കൽ വിശന്നു വലഞ്ഞ് ആ ടെന്റിനകത്ത് കിടക്കുമ്പോൾ യോങ്കിച്ചോ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ലങ്സിനെ സൗഖ്യമാക്കുവാൻ നിനക്ക് സാധിച്ചു. എന്നാൽ ഇപ്പം എൻ്റെ വയറ് വിശന്ന് കരിഞ്ഞിരിക്കുക. ഒരു പാക്കറ്റ് നൂഡിൽസ് തരാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നത്. യോങ്കിച്ചോ പ്രാർത്ഥിച്ച് കിടന്നു.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ടെന്റിന്റെ വാതിക്കൽ ഒരു മുട്ട് കേട്ടു. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുറച്ച് ദൂരം മാറി ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ എടുത്തു കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ബാലകൻ. ഈ വഴിയാണ് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അവൻ റെസ്റ്റോറൻ്റ് അടച്ചിട്ട് മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ബാക്കി വന്ന നൂഡിൽസ് 2 പാക്കറ്റിലാക്കി അവൻ എടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള നൂഡിൽസ്. അത് കൊണ്ടുവരുന്ന വഴിക്ക് ഈ ടെന്റിൽ താമസിക്കുന്ന പാസ്റ്റർക്ക് ഒരു പാക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ വന്നതാണ്. യോങ്കിച്ചോ ജീവിതത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായി ആ നൂഡിൽസ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിച്ചു. യോങ്കിച്ചോയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ തുടക്കം അവിടെ വെച്ചായിരുന്നു. യോങ്കിച്ചോയ്ക്ക് മനസ്സിലായി, എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കും, എൻ്റെ ഭൗതിക ആവശ്യങ്ങളും നിർവഹിക്കും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പുലർത്തുന്ന കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന ഉറപ്പ് യോങ്കിച്ചോയ്ക്ക് ലഭിച്ചു. യോങ്കിച്ചോ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ദൈവമേ, ഞാൻ തറയിലാണ് ഇരിക്കുന്നത്, എനിക്ക് ഒരു മേശയും ഒരു കസേരയും കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഈ വീടുകൾ തോറും നടന്ന് സുവിശേഷം പറയുന്നുണ്ട്, എനിക്ക് സഞ്ചരിക്കാൻ ഒരു ചെറിയ സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യോങ്കിച്ചോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 3-4 മാസം പ്രാർത്ഥിച്ചു. ഒരു മറുപടിയുമില്ല. വളരെ വിഷമത്തോടെ ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോങ്കിച്ചോയോട് പറഞ്ഞു, യോങ്കിച്ചോ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടതാ, പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്കൊരു വ്യക്തത കുറവുണ്ട്. നീ പ്രാർത്ഥിക്കുന്നുണ്ട് മേശ വേണമെന്ന്. എങ്ങനെയുള്ള മേശയാണ് വേണ്ടിയതെന്ന് നീ പറയുന്നില്ല. നീ ഒരു കസേരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്രകാരമുള്ള കസേരയാണ് നിനക്ക് വേണ്ടതെന്ന് നീ പറയുന്നില്ല. സൈക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് പലതരത്തിലുള്ള സൈക്കിളുകളുണ്ട്. നിനക്ക് ഏത് സൈക്കിളാണ് വേണ്ടിയതെന്ന് നീ പറയുന്നില്ല. നീ സ്പെസിഫിക് ആയിട്ട് പറ, നിനക്ക് എന്താ വേണ്ടിയത്. അപ്പോഴാണ് തൻ്റെ പ്രാർത്ഥനയിലെ ഒരു ചെറിയ പാളിച്ച യോങ്കിച്ചോയ്ക്ക് മനസ്സിലായത്. യോങ്കിച്ചോ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മഹാഗണി തടി കൊണ്ടുണ്ടാക്കിയ ഒരു മേശ വേണം. എനിക്ക് കാലിൽ ചക്രങ്ങൾ ഘടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി നീങ്ങാൻ പറ്റുന്ന ഒരു കസേര വേണം. ഒരു അമേരിക്കൻ ഗിയറുള്ള സൈക്കിൾ വേണം. ഇതാണ് യോങ്കിച്ചോയുടെ ആവശ്യം. യോങ്കിച്ചോ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ അവൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ചോദിച്ചാൽ തരുമെന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എനിക്കിതെല്ലാം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ലോകമെങ്ങും ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച യോങ്കിച്ചോയുടെ പ്രാർത്ഥനയാണിത്. 4th ഡയമെൻഷൻ എന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ് ലോകമെങ്ങും വലിയ സ്വാധീനമുണ്ടാക്കിയ ആ 4th ഡയമെൻഷൻ എന്ന പുസ്തകത്തിൽ ഈ കഥ വിവരിക്കുന്നുണ്ട്. യോങ്കിച്ചോ ഇത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ ഞായറാഴ്ച സഭായോഗത്തിൽ യോങ്കിച്ചോ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു ടേബിൾ ലഭിച്ചു, എനിക്ക് ചക്രങ്ങളുള്ള കസേര ലഭിച്ചു, എനിക്ക് ഗിയറുള്ള സൈക്കിൾ ലഭിച്ചു. പക്ഷേ ഈ പാവപ്പെട്ട വിശ്വാസികൾ, ദരിദ്ര നാരായണന്മാർ, അവർ ചേരിയിൽ നിന്ന് വരുന്നവരാ. അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പാസ്റ്റർക്ക് ഇതൊന്നുമില്ല. ആ സഭായോഗം കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, പാസ്റ്റർ സൈക്കിൾ എന്ത് ചെയ്യും, പാസ്റ്റർ ടേബിൾ എന്ത് ചെയ്യും, ഞാൻ കാണിക്കാം. ആ ടെന്റിന്റെ സൈഡിലുള്ള ആ മുറിയിലേക്ക് യോങ്കിച്ചോ ആ പിള്ളേരെ കൊണ്ടുപോയി. അവിടെ വെച്ച് യോങ്കിച്ചോയ്ക്ക് വലിയ വിഷമമായി. കാരണം താൻ കുട്ടികളുടെ മുൻപിൽ നുണ പറഞ്ഞു എന്നുള്ളതാണല്ലോ വരുന്നത്. എന്താണ് ഒരു മറുപടി പറയേണ്ടത്? കുട്ടികളുടെ ചോദ്യത്തിന് മുൻപിൽ കുഴങ്ങി നിൽക്കുമ്പോൾ യോങ്കിച്ചോയുടെ മനസ്സിലൊരാശയം വന്നു. യോങ്കിച്ചോ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങൾക്ക് വല്ലതും കാണുവാൻ സാധിച്ചിരുന്നോ? ഇല്ല. എന്നാൽ അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിച്ചതാണ്. അത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് പുറത്തു വന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഗർഭാവസ്ഥയിൽ ഇരിക്കുകയാണ്. കുട്ടികൾ അത് കേട്ട് ചിരിച്ചു. പാസ്റ്റർ പറഞ്ഞത് സഭയിൽ എല്ലാവരോടും അവർ നടന്നു പറഞ്ഞു. സ്ത്രീകളൊക്കെ യോങ്കിച്ചോയെ പിന്നെ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങി. കുട്ടികൾ യോങ്കിച്ചോയുടെ വയറിൽ തപ്പി നോക്കുവാൻ തുടങ്ങി. എന്തിയ മേശ, എന്തിയ കസേര. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ആഴ്ചയിൽ ഒരാൾ യോങ്കിച്ചോയെ വിളിച്ചു. ഒരു മിഷണറി അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊന്ന് പാക്ക് ചെയ്യാൻ സഹായിക്കണം, അതിനുവേണ്ടി ചെല്ലാനായിട്ട് വിളിച്ചതാണ്. യോങ്കിച്ചോയ്ക്ക് അത് വലിയ സന്തോഷമാണ്. അമേരിക്കൻ മിഷണറിമാരുമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമല്ലോ, അതൊരു വലിയ കാര്യമാണ്. യോങ്കിച്ചോ ഓടിച്ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ യോങ്കിച്ചോ കണ്ടു ആ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
യോങ്കിച്ചോയും ആ കാര്യത്തിൽ സഹകരിച്ചു. വളരെ ഊർജ്ജസ്വലമായി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന ഈ നല്ല ചെറുപ്പക്കാരനെ ഈ അമേരിക്കൻ ദമ്പതികൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. യോങ്കിച്ചോ കണ്ടു, അവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നത് കണ്ടു. യോങ്കിച്ചോയ്ക്ക് വലിയ ആഗ്രഹം തോന്നി, കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ച ഇതുപോലെ ഒരു സൈക്കിളിന് വേണ്ടിയാണ്. പക്ഷെ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മേശ, വലിയൊരു മേശ, മനോഹരമായൊരു മേശ, അതിൻ്റെ സൈഡിൽ ചക്രങ്ങളുള്ള ഒരു കസേര. അത് പാക്ക് ചെയ്യുന്നതിന് ശ്രമിക്കുമ്പോൾ ആ മിഷണറിയുടെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കപ്പലിൽ എല്ലാ സാധനം കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഈ മേശയും കസേരയും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, നിനക്ക് വേണമെങ്കിൽ നീ ഇതെടുത്തു. നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ യോങ്കിച്ചോയുടെ ഉള്ളിൽ ലഡുപൊട്ടി. അവൻ പ്രാർത്ഥിച്ച, അവൻ ആഗ്രഹിച്ച അതേപോലൊരു മേശയും അതേപോലൊരു കസേരയും. ഏതായാലും യോങ്കിച്ചോയുടെ പ്രവർത്തികളിൽ സന്തോഷം തോന്നിയ മിഷണറി കുടുംബം അന്ന് തന്നെ തീരുമാനിച്ചു, തങ്ങളുടെ സൈക്കിൾ കൂടെ ഈ യുവാവിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തനിക്ക് താൻ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ആഴ്ച കൃത്യമായ നിലയിൽ താൻ ആഗ്രഹിച്ചതുപോലെ ഗിയറുള്ള സൈക്കിളും ചക്രങ്ങളുള്ള കസേരയും മഹാഗണിയുടെ മേശയും ലഭിച്ചു. യോങ്കിച്ചോയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സഭ പതിയെ പതിയെ വളരുകയാണ്. വളർന്ന് 12 ലക്ഷം അംഗങ്ങളുള്ള സഭയായി യോയിഡോ ഫുൾ ഗോസ്പൽ സഭ മാറ്റപ്പെട്ടു. കൊറിയൻ പാർലമെന്റിലെ MP-മാർ ആ സഭയിൽ നിന്നുള്ളവരായി, മന്ത്രിമാർ ആ സഭയിൽ നിന്നുള്ളവരായി, കൊറിയൻ പ്രസിഡന്റിന്റെ ഭാര്യ ആ സഭയിൽ നിന്നുള്ള മെമ്പറായി. ഇങ്ങനെ കൊറിയയെ സമൂലമായി സ്വാധീനിക്കുന്ന ഒരു സഭ. വലിയ അത്ഭുതകരമായ വളർച്ച. മാത്രവുമല്ല, യോങ്കിച്ചോ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചർച്ച് ഗ്രോത്ത് മിഷൻ എന്ന പേരിലുള്ള ഒരു മിനിസ്ട്രി ആരംഭിച്ചു. ലോകമെങ്ങും സഭാ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം. അത് ഇന്നും ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യോങ്കിച്ചോ അനുഗ്രഹീതനായ ദേവദാസൻ. നിരവധിയായ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ദേവദാസൻ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, ഇതെല്ലാം ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചു. ലോകമെങ്ങും ആളുകൾ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാൻ യോങ്കിച്ചോ ഒരു മുഖാന്തരമായി. യോങ്കിച്ചോ ഒരു വലിയ പ്രസംഗകനൊന്നും ആയിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് സുവിശേഷം പറയും. അത്ഭുതങ്ങളോ അടയാളങ്ങളും ഇങ്ങനെ മാജിക്കലായിട്ട് നടത്തുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. എന്നാൽ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, വിശ്വാസത്തിൻ്റെ അപ്പോസ്തോലനായിരുന്നു യോങ്കിച്ചോ. അങ്ങനെ 1999 യോങ്കിച്ചോ കോട്ടയം നഗരത്തിൽ വന്നു. അന്ന് ആ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയിൽ ഞാനും ഉണ്ടായിരുന്നു. ചെറുപ്പമായിരുന്നു, ഓടി നടന്ന് അതിനുവേണ്ടി അധ്വാനിച്ചു. ആ സമയത്ത് എനിക്കൊരാഗ്രഹം തോന്നി, യോങ്കിച്ചോയുടെ ജീവചരിത്രം തയ്യാറാക്കണം. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊന്നും ഇത്രത്തോളം ശക്തമല്ലാത്ത ആ കാലത്ത് നിരവധി ലൈബ്രറികളിൽ കയറിയിറങ്ങി ഞാൻ യോങ്കിച്ചോയെക്കുറിച്ചുള്ള ജീവചരിത്ര പുസ്തകങ്ങളും ഇൻഫർമേഷനും കളക്ട് ചെയ്തു. അങ്ങനെ ഒരു പുസ്തകം എഴുതി, യോങ്കിച്ചോയുടെ ജീവിത കഥ. ആ പുസ്തകം ഇതിനകം 10,000-കണക്കിന് ആളുകളുടെ കരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട, ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണത്. 100 ആളുകളെ അത് സ്വാധീനിച്ചു. ഇപ്പോഴും ചില രാത്രികളിൽ എനിക്ക് ഫോൺ കോൾ വരാറുണ്ട്, യോങ്കിച്ചോയുടെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. 100 ആളുകളെ സ്വാധീനിക്കുന്ന ആ പുസ്തകത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആ പുസ്തകം അയച്ചു തരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. 200 രൂപയാണ് അതിൻ്റെ വില. കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നു മുതൽ യോങ്കിച്ചോയുടെ സഭയുടെ ഇപ്പോഴത്തെ പാസ്റ്റർ, സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന ഡോക്ടർ യങ് ഹൂൺ ലീ വന്ന് പ്രസംഗിക്കുകയാണ്. വലിയ ക്രൂസൈഡ് നടക്കുകയാണ്. യോങ്കിച്ചോ പ്രസംഗിച്ച അതേ വേദിയിൽ, അതേ ഗ്രൗണ്ടിൽ ആ ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കേരളത്തിനൊരു അനുഗ്രഹമായി മാറുമെന്നുള്ളതിന് സംശയമില്ല. താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.